അരിഷ്ടം ഒരുമിച്ച് കഴിക്കുമ്പോൾ അതൊരു മദ്യം എന്നുള്ള രീതിയിലായിരിക്കും പലരും കഴിക്കുന്നത്. അപ്പം അത് ഈ അൾസർ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാക്കാം. ആഹാരത്തിന് മുമ്പേ അരിഷ്ടം കഴിച്ചാൽ തന്നെ നെഞ്ചരിച്ചിലുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ പിപ്പലിയാസമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശരീരം ചൂടാക്കുന്ന സാധനങ്ങളാണ്. അതാണ് ഈ ലഹരിക്ക് വേണ്ടിയിട്ടൊക്കെ താമ്പൂലാസവും പിപ്പലിയാസവും ഒക്കെയാണ് പലരും ലഹരിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള വിപ്ലവാരിഷ്ടം എന്നുള്ള രീതിയിൽ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കാം. 15 ml വീതം ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതാണ് അരിഷ്ടം എന്ന് പറയുന്നത്. അത് ഓരോ സ്പെസിഫിക് കണ്ടീഷനും ഓരോ അരിഷ്ടമാണ്. ഇതൊന്നും നോക്കാതെ അരിഷ്ടമാണ്, ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, ബ്യൂറേജസിൽ പോയി കിട്ടുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ കിക്ക് കിട്ടും ഇച്ചിരി കൂടുതൽ കഴിച്ചാൽ എന്ന് പറഞ്ഞ് ഇതെടുത്ത് കഴിക്കുന്നവർക്ക് തീർച്ചയായും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അവരുടെ ലിവർ അടിച്ചു പോകും, കിഡ്നി അടിച്ചു പോകും, ഇതൊക്കെ പ്രശ്നം ഉണ്ടാവും. റൈറ്റ് കീ ടു ഓപ്പൺ ദ റൈറ്റ് ലോക്ക് എന്ന് പറയുന്ന പോലെ ഇന്ന മരുന്ന് ഇന്ന രോഗത്തിനുള്ള മരുന്നാണ്. അത് അരിഷ്ടമാണെങ്കിലും ശരി, കഷായമാണെങ്കിലും ശരി, രസായനങ്ങളാണെങ്കിലും ശരി, ഇത് ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ സൂപ്പർ മാർക്കറ്റുകൾ വരെ ഇപ്പം ഈസിലി അവൈലബിൾ ആണ്. ആൾക്കാർക്ക് വന്ന് നേരെ മരുന്ന് എടുക്കുക, വീട്ടിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള ഡോസേജിന് കഴിക്കുക. ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും വന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഇഷ്ടംപോലെ ആയുർവേദ മരുന്നുകൾ. അതിൽ അഗസ്ത്യ രസായനം വരെ വെച്ചിട്ടുണ്ട്. അഗസ്ത്യ രസായനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ്. അത് കോട്ടക്കൽ ആയുർവേദശാലയുടെ മരുന്നുകളാണ് ഇരിക്കുന്നത്. പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലെ ഹൈപ്പർ മാർക്കറ്റിലെ അവിടെ സെയിൽസ് നടത്തിക്കോട്ടെ. ഒരു പ്രത്യേക കൗണ്ടർ ചെയ്തിട്ട് അവിടെ ഒരു ആയുർവേദ ഡോക്ടറിനെ ഇരുത്തിയോ അതിനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ ഇരുത്തിയിട്ട് സ്പെസിഫിക് ഒരു ഫാർമസി ആയിട്ട് വെച്ചിട്ട് സെയിൽസ് നടത്തുന്നതിൽ തെറ്റില്ല.